ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയ്ക്കയും കിഴങ്ങും ഒക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചോറിനോടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 3 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 ചെറിയ തക്കാളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വഴുതനങ്ങ ഇതേപോലത്തെ രീതിയിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കിഴങ്ങ് നമ്മൾ ഒരു കിഴങ്ങ് നമ്മൾ ഇത് കണക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മുരിങ്ങയ്ക്ക നമ്മൾ അരിഞ്ഞ് നടുക്കൂടെ ഒന്ന് പുളർന്നെടുത്തിട്ടുണ്ട്. പുളർന്നെടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളൊരു ചട്ടിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായി. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവാളയും അരിഞ്ഞ് വെച്ചതും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഒരു സവാള ഞാൻ പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ഇടാം. ഉരുളക്കിഴങ്ങും മുരിങ്ങയ്ക്കയും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, അരപ്പിനകത്ത് നമ്മൾ അരച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിനി ഇത് വെള്ളം ഒഴിച്ച് വേവിക്കാം. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് വഴുതനങ്ങയും തക്കാളിയും കൂടെ ചേർത്ത് എടുക്കാം. നമ്മളെ വീഡിയോ ആണ് എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കതൊന്ന് അടച്ചു വെക്കാം. നമുക്കതിനായിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കഷ്ണം വെളുത്തുള്ളി ഇടുവാണ്. അതിലേക്ക് 2 പിടി തേങ്ങ, ഒരു ചെറിയ അരമുറി തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ചെറിയ തേങ്ങയാണ്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളിയും വഴുതനങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിയും വഴുതനങ്ങയും കൂടെ തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. വഴുതനങ്ങയും തക്കാളിയും ഒരുപാട് വേവില്ല. കിഴങ്ങും മുരിങ്ങയ്ക്കൊക്കെ വേവുണ്ടായിട്ടാണ് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവൊന്ന് നേരം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി അരപ്പൊഴിച്ചു കൊടുക്കാം. നമ്മൾ മീൻകറിക്കൊക്കെ അരയ്ക്കുന്ന ആ രീതിയിലാണ് ഞാനിത് അരച്ചെടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒത്തിരി വെള്ളം ഒഴിച്ചുള്ള കറിയല്ല ഇത് ഉണ്ടാക്കുന്നത്. നമുക്കിതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കൂടെ കുറവുണ്ട്. നമ്മൾ കുറച്ച് ഉപ്പും കൂടെ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം മീനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇത് വെച്ചാൽ വീട്ടിൽ വയറ് നിറച്ച് നമുക്ക് ചോറിനാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്.
വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ നമുക്കിതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമുക്കിതിനൊരു താളിപ്പം കൂടെ ആവശ്യമുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് വറുത്താണ് നമ്മൾ ഇട്ടേക്കുന്നത്, എന്നാലും ശകലം കടുക് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക്, അന്നേരം നമ്മൾ താളിപ്പ് ഇവിടെ റെഡിയായി. നമുക്ക് താളിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ രുചികരമായ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. മുരിങ്ങയ്ക്കയും കിഴങ്ങും കൂടെ വെച്ചിട്ടുണ്ടാക്കിയ കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.